ഞാൻ ഓഗസ്റ്റ് 28 ഞാനുണ്ടായപ്പോൾ ഈശോപ്പ എനിക്ക് ന്യൂ ബോൺ ബേബിയായി എനിക്ക് 2 സമ്മാനം തന്നപ്പൻ. പെൺപിള്ളേർക്ക് അപ്പനൊരു തരി സ്നേഹം കൂടുതലാണ്. എൻ്റെ കാര്യത്തിലും എനിക്ക് എൻ്റെ അപ്പനോട് തരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്നേഹം ഇൻ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ അപ്പൻ്റെ സ്നേഹം തരാനും എനിക്കെൻ്റെ പപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 10th ബർത്ത്ഡേക്ക് ഈശോ എനിക്ക് അടുത്ത ഗിഫ്റ്റ് തന്നു. ഞാൻ ഒത്തിരി വേദനിച്ചു. ഞാൻ പലപ്പോഴും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഇത് തന്നേ? പ്രൈസ് ഗാഡ്. എൻ്റെ പേര് ഏവസ്. ഞാനിപ്പം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. പെൺപിള്ളേർക്ക് അപ്പനൊരു തരി സ്നേഹം കൂടുതലാണ്. എൻ്റെ കാര്യത്തിലും എനിക്ക് എൻ്റെ അപ്പനോട് തരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്നേഹം ഇൻ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പം എൻ്റെ പപ്പായ്ക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആള് 7 months ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. ഞാൻ ഓഗസ്റ്റ് 28 ഞാനുണ്ടായപ്പോൾ ഈശോപ്പ എനിക്ക് ന്യൂ ബോൺ ബേബിയായി എനിക്ക് 2 സമ്മാനം തന്നപ്പൻ. ഈശോ വന്നത് അന്ന് എൻ്റെ പപ്പായെ ഈശോയുടെ അടുത്തോട്ട് വിളിച്ചു, സ്വർഗത്തിലോട്ട് വിളിച്ചു. 2 എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ, എൻ്റെ പപ്പാനെ ഈശോ എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്നേഹം തരാൻ വേണ്ടി ഒരുക്കിയിരുന്നു. അങ്ങനെ എൻ്റെ 10ാമത്തെ വയസ്സ് വരെ എന്നെ കരുതാനും എന്നെ സ്നേഹിക്കാനും എന്നെ ആ ഒരു എല്ലാ അപ്പൻ്റെ സ്നേഹം തരാനും എനിക്കെൻ്റെ പപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 10th ബർത്ത്ഡേക്ക് ഈശോ എനിക്ക് അടുത്ത ഗിഫ്റ്റ് തന്നു. പപ്പാനെ ഈശോയുടെ അടുത്തോട്ട് വിളിച്ചു. ആ 10th ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഈശോ പപ്പായെ വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വേദനയായി. പിന്നീട് ആ ഒരു കാലം തൊട്ട് ഏതൊരു പെങ്കൊച്ചിനും അവളുടെ അപ്പൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ വേണ്ട സമയമാണ്. ആ ഒരു സമയം എനിക്ക് എൻ്റെ അപ്പൻ്റെ സ്നേഹം എൻ്റെ അടുത്തുനിന്ന് മൊത്തത്തിൽ പോയി. ഞാൻ ഒത്തിരി വേദനിച്ചു. ഞാൻ പലപ്പോഴും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഈശോയെ നീ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഇത് തന്നേ? ഈശോ നീ എന്തിനാ അപ്പുട്ടാനെ കൊണ്ടുപോയെ, എൻ്റെ പപ്പാനെ കൊണ്ടുപോയെ, എന്തിനാ എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയെ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. എനിക്ക് അത് വലിയൊരു വേദനയായിരുന്നു. പലരും അവരുടെ അപ്പനായിട്ടുള്ള ഓരോ നിമിഷങ്ങൾ കാണുമ്പോഴും അവരുടെ അപ്പൻ്റെ കൂടെ പോകുന്നത് കാണുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഉള്ളിനുള്ളിൽ അതൊരു വേദനയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 വർഷം മുമ്പ് 2024 ജീസസ് യൂത്തിൻ്റെ ചങ്ങനാശ്ശേരി സോണിലെ ഒരു പ്രോഗ്രാം കൂടി വാട്ടർ ടു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഞാൻ ഈശോയുടെ സ്നേഹം എൻകൗണ്ടർ ചെയ്തു. ഈശോ എന്നൊരു വ്യക്തി എനിക്ക് അവിടെ ഈശോ അപ്പയായിട്ട് മാറി. എനിക്കൊരു അപ്പനെ കിട്ടി അവിടെ. അന്ന് തൊട്ട് എന്തൊരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈശോയെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി, ഞാൻ ഇന്ന ആളെ കണ്ടു, ഇന്ന കാര്യം കഴിച്ചു, ഇന്ന ആളോട് സംസാരിച്ചു, ഇങ്ങനെ ഓരോ കാര്യവും ഞാൻ ഈശോയോട് പറയാൻ തുടങ്ങി. എനിക്ക് ആ ഒരു അപ്പൻ്റെ സ്നേഹം ഉള്ളിനുള്ളിൽ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇൻ പേഴ്സൺ എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ സ്പിരിറ്റിൽ എനിക്ക് ആ ഒരു ജോയ്, ആ ഒരു സന്തോഷം, ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹം കിട്ടാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു അപ്പൻ്റെ സ്നേഹം എല്ലാ ദിവസവും അതിങ്ങനെ കൂടെ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇപ്പം ഞാനൊന്ന് തളരുകയാണ്, ഞാനൊന്ന് എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഒന്ന് താഴോട്ട് വീഴുന്നു എന്ന് കാണുമ്പം അപ്പൻ അവിടെ നിന്ന് ഓരോരുത്തരെ വെച്ച് എനിക്ക് വേണ്ട സമയത്ത് അപ്പൻ്റെ ഓരോ ഗാർഡിയൻ ഏഞ്ചൽസിനെ എനിക്ക് അയച്ചു തന്നിരുന്നു. എന്നെ കരുതാനും എനിക്ക് ആ ഒരു സ്നേഹം ഇൻ പേഴ്സൺ വേണമെന്ന് തോന്നുമ്പം അത് തരാനും ആയിട്ട് ഓരോരുത്തരെ എനിക്ക് കിട്ടിയിരുന്നു സമയം. അങ്ങനെ ആ ഒരു എനിക്ക് കിട്ടിയ അപ്പൻ്റെ സ്നേഹം എനിക്ക് ബാക്കിയുള്ളവരെ അറിയിക്കാനും ഇപ്പം എനിക്കൊരു ചാൻസ് എൻ്റെ മുന്നിൽ അപ്പനിങ്ങനെ വെച്ച് തന്നേക്കാണ്. ഞാനിപ്പം ബാംഗ്ലൂർ ജീസസ് യൂത്ത് ടീംസ് ടീമിലൊരു അംഗമാണ്. അവിടെയും എനിക്ക് കിട്ടിയ ആ ഒരു അപ്പൻ്റെ സ്നേഹം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്താണ് ആ ഒരു സ്പിരിച്വൽ ജോയ്, ആ ഒരു അപ്പൻ്റെ സ്നേഹം കിട്ടുമ്പോൾ ഉള്ള സ്പിരിച്വൽ ജോയ് എന്താണെന്നും ആ ഒരു സ്നേഹം മതി, വേറെ ഇൻ പേഴ്സൺ കിട്ടുന്നതല്ലാണ്ട് ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പൂർണ്ണമാകും എന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും അപ്പൻ എനിക്കൊരു അവസരം തന്നേക്കാണ്.
എനിക്ക് കിട്ടിയേക്കുന്ന ഈ ഒരു മിഷനും ഞാൻ ഇനി മുന്നോട്ട് ഓരോ കാണാൻ പോകുന്ന ടീംസിനെയും അപ്പൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. താങ്ക് യു. പ്രൈസ് ഗോഡ്.